നമ്മുടെ ടോപ്പ് സിംഗറിന് കുറച്ച് കൂടുതൽ എനർജി തരാനായിട്ട് ഇവിടുത്തെ വൈദ്യുതി എത്താൻ പോവാ. വിളിക്കണ്ടേ നമുക്ക്? വിളിക്കണം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം നമ്മുടെ ദ്വിതികുട്ടി ഓൺ സ്റ്റേജ്. ഇന്ന് ബാർബി ആട്ടോ. തലയിലൊക്കെ എന്താ മുത്ത് കുറത്തിട്ടിരിക്കണോ? ഇന്ന് ഞങ്ങള് സെയിം പെൺ ആണ് ഏകദേശം. ശരിയാണല്ലോ, ഏകദേശം ഒരു ഫാമിലി പെട്ട കളറാണ്. എന്താ തലയിൽ എന്താ ദ്വിതികുട്ടി? കൊറേ ക്ലിപ്പാണോ? അത് ബട്ടർഫ്ലൈ ക്ലിപ്സ് ആണോ? അല്ല, മിക്കി മൗസിന്റെ തലയാ അല്ലേ? ഓ, മിക്കി മൗസിന്റെ ആണോ? തല മാത്രം. ഓ, ഓക്കെ. ഒരു മിക്കി മൗസിനെ പോലെ ഉണ്ട്. ശരിയാട്ടോ, മിന്നി മൗസ് അല്ലേ? മിന്നിയാ വൈദ്യുതി മൗസ്. മിന്നിക്കാൻ പോവാണെന്ന്. ഇന്ന് ഏത് പാട്ടാണ് മിന്നിക്കണേ? ചിങ്കാരക്കിന്നാരം. ഫിലിം മിന്നാരം. മ്യൂസിക് ഡയറക്ടർ SP വെങ്കിടേഷ് സാർ. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. വർഷം 1994. പാടിയത് MG സാർ, ചിത്രമ്മ. നമുക്ക് പാടിയാലോ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂറ് നീവാ. പുന്നാരം പുന്നാരം കുറുമ്പുറങ്ങുമി കുരുന്ന ചുണ്ടത്തെ മണിപ്പതക്കം താ. അമ്മാനം അമ്മാനം കുഞ്ഞിക്കുളിരമ്പിളിരെ ചെല്ല ചെറുകുമ്പിളിരെ മമ്മമ്മുണ്ട് മിന്നാരം കണ്ട് മിന്നാ മിന്നിയായി വാ. വാവാവൂ വാവാവൂ ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂറ് നീവാ. പുന്നാരം പുന്നാരം താലൂലം താലൂലം ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂറ് നീവാ. പുന്നാരം പുന്നാരം കുറുമ്പുറങ്ങുമി കുരുന്ന ചുണ്ടത്തെ മണിപ്പതക്കം താ. അമ്മാനം അമ്മാനം താലൂലം താലൂലം ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂറ് നീവാ. പുന്നാരം
ആരാരീരോ ഗുഡ് മോളെ ഗുഡ് പിടി. താങ്ക് യു. അമ്മുക്കുട്ടി കാണണ്ട ഇങ്ങോട്ട് വന്നേ മാർച്ച് ചെയ്ത് വരാണ് കേട്ടോ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഇവിടെ എത്തിയപ്പോ അറ്റൻഷൻ പോലെ നിന്നു. അയ്യോ മാലയൊക്കെ ഞാൻ ഇപ്പഴാ കാണുന്നേ. ഇത് ജഗത്ത് തന്ന മാലയാ. ആണോ? ഓ, അത് ശരി. ആഹാ. ഇതിലൊരു സാക്സഫോൺ ഒക്കെ ഉണ്ടല്ലോ. അതെ അതെ, എന്ത് രസാ saxophone. കാണാൻ. ആ മുടിയിലൊക്കെ കുറത്തിട്ട് ആ ക്ലിപ്പ് കൊള്ളാല്ലേ? അതെ നല്ല രസമായിട്ടുണ്ട്. ഇപ്പഴ അടുത്തുനിന്ന് കാണുമ്പോഴല്ലേ ആ, അതെ, അതെ. കാണുന്നല്ലേ. ആ കൊള്ളാട്ടെ. യെസ്. താങ്ക് യു. അതെ നമ്മൾ പാടുമ്പോഴേ എന്ന് പാടുമ്പോഴേ ഇത്ര സീരിയസ് ആയി ഞാൻ ആ പാട്ട് പേടിച്ചു പോകില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ചെറുതായിട്ടൊന്ന് ചിരിച്ചാലോ? ചിരിച്ചു പാടി നോക്കിയേ. ചിരിച്ചു പാടിക്കേ. ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂർ സീരിയസാ സീരിയസാ. അയ്യോടാ ചിരിക്കി. ആ ജഗത്തിന്റെ അടുത്തൊക്കെ ചിരിക്കാറുണ്ടല്ലോ അതുപോലെ. ആ ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂർ ആ മീൻ ചേച്ചി നോക്കിയിട്ട് നമ്മൾ ചിരിച്ചോണ്ട് ചിരിച്ചു പാടും. പാടിക്കോ. മീൻ ചേച്ചി എടുത്ത് പാടുന്ന പോലെ പാടും. മീനോട് ചിരിച്ചേ. ആ, ആ. ഉം. ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂർ നേവാ പുന്നാരം പുന്നാരം കൂറുമ്പുറങ്ങുമി കുരുന്നു ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനം അമ്മാനം. ഇതാ ഇപ്പോഴും സീരിയസ് ആണേ. ഉം. അയ്യോ ഭയങ്കര സീരിയസാ. അമ്മാനം പാടുമ്പോഴേ അമ്മാനം അമ്മാനം. നമ്മൾ എൻജോയ് ചെയ്യില്ലേ പാട്ടില്? അപ്പൊ നമ്മൾ അങ്ങനെ എൻജോയ് ചെയ്യുമ്പോ മുഖത്തും എൻജോയ്മെന്റ് വരും. അപ്പൊ ഓഡിയൻസും കൊള്ളാം. അമ്മുക്കുട്ടി കൊള്ളാട്ടോ. ഉം. മറ്റേ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഓഡിയൻസും ഇങ്ങനെ ആവൂലേ? ദേ ഇപ്പൊ ചിരി വരുന്നുണ്ട് കേട്ടോ. ചെറുങ്ങനെ ചെറുങ്ങനെ ചിരി വന്നു. ചിരിയൊക്കെ വരുന്നുണ്ട് ഇപ്പൊ. ഇച്ചിരി സമയം എടുക്കും. അതിങ്ങനെ പതഞ്ഞ് പൊങ്ങി വരണം. ആ. അതിന് കുറച്ച് സമയം എടുക്കും. പക്ഷേ അമ്മുക്കുട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ എന്ത് അനോളജി പറയാൻ പറ്റുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുക. അതായത് ഒരു ചെറിയ വിളക്ക്, പക്ഷെ അത് ഇവിടെ മൊത്തം പ്രകാശം. അങ്ങനെയാണ് അമ്മുക്കുട്ടി. ഞാനോന്ന് തലതിരിച്ചതുണ്ടോ? ചെറുതല്ലേ, കുഞ്ഞല്ലേ, പക്ഷെ ഒരുപാട് പ്രകാശം, ടാലന്റിന്റെ പ്രകാശം ഇവിടെ വിതറുന്ന ആളാണ്. ഓരോ നോട്ടിനും ഓരോ നിറം കൊടുക്കും. ആര്? ആര്? കുട്ടി. ഞാൻ ഒരു സംശയമാണ് അവക്ക്. പക്ഷെ ഇന്ന് അത്ഭുതകരമായിട്ട് ഒരു കാര്യം സംഭവിച്ചു കേട്ടോ. ആ. ഇതുവരെ അമ്മുക്കുട്ടിക്ക് സംഭവിക്കാത്ത ഒരു കാര്യം ഇന്ന് സംഭവിച്ചു. അതെന്തായിരുന്നു മീൻ കൂട്ടാ? ഗ്ലൂം പോയാ. അതിങ്ങനെ ഗ്ലൂം. സർപ്രൈസ് ആയിട്ടൊന്ന് വന്നിട്ട് പോയി. ഗ്ലൂം കുട്ടിയിൽ നിന്ന് വാങ്ങിച്ചതാണോ? ഗ്ലൂം കുട്ടിയുടെ അടുത്ത് ഒരുപാട് ഗ്ലൂം ഉണ്ടായിരുന്നു, അത് വാങ്ങിച്ചതാണോ? ആയിരിക്കും. ആയിരിക്കും. ഇപ്പൊ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആണ് ആൻസേഴ്സ് ഒക്കെ. ഇപ്പൊ ആയിരിക്കും എന്നായി. നേരത്തെ ആയിരിക്കും ആയിരിക്കുമായിരുന്നു. ആയിരിക്കും എന്നില്ല, അതിന്ന് മാറി ആയിരിക്കും ആയി. ഈ മെല്ലെ എന്ന് പാടിയില്ലേ രണ്ടാമത്തെ ചരണത്തില്? അതായത് തുടുമിഴി തുമ്പാൽ മെല്ലെ, ആ സംഗതി പാടിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ പ്രകാശം, ചെറിയ വിളക്കാണെങ്കിൽ പ്രകാശം ഭയങ്കരമാണ്. ഒന്ന് പാടിയത്. ഓ അതിന്റെ ക്ലാരിറ്റി കണ്ടോ? ആ അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്. ഞാൻ പോട്ടാ, സോ ഗുഡ്. ഒരു രക്ഷയില്ല. ഒന്നുകൂടെ പാടിയേ. അത് കഴിഞ്ഞിട്ട് അത് ഇതെന്തോന്ന്? മാജിക് ആണ്, മാജിക് ആണ് നമ്മുടെ അമ്മുക്കുട്ടി. പാടിത്തുടിച്ചിടുമ്പോൾ മെയ് പാടിത്തളർന്നിടുമ്പോൾ അവിടെ കുറച്ച് സ്ലിപ്സ് ഉണ്ടായിരുന്നു. കറക്റ്റ് നോട്ട്സ് പാടണം. പാടിക്കേ. പാടിത്തുടിച്ചിടുമ്പോൾ മെയ് പാടിത്തളർന്നിടുമ്പോൾ മെയ് പാടിത്തളർന്നിടുമ്പോൾ ഒന്നുമില്ലല്ലോ അത്. എന്നാലും പേടിപ്പിക്കില്ലേ? ചിലപ്പോ ഇങ്ങനെ നോക്കുമ്പോ ഇല്ലില്ല, ഇപ്പൊ ചിരിയൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ പേടിക്കേണ്ട ആവശ്യം. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ചിരി ഒന്ന് കൊടുത്തേ. Come on. Yes, അമ്മുക്കുട്ടി. How are you? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ല. കൊള്ളാട്ടാ. അടുത്ത് നിന്ന് കണ്ടപ്പോഴാണ് അതിന്റെയൊക്കെ ഭംഗി മനസ്സിലാവുന്നത്. ഇന്ന് എന്തോ ഒരു ടെൻഷനൊക്കെ ഉള്ള പോലെയാണല്ലോ എനിക്ക് തോന്നിയത്. ഒരു ഉള്ളിലൊരു വിഷമമുള്ള പോലെയാണല്ലോ പാടി. എന്താ 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 പ്രശ്നം? എന്താണ്? അറിയില്ല. ഒന്നും അറിയില്ല.
ഫസ്റ്റ് പല്ലവി കഴിഞ്ഞിട്ട് വരുന്ന പുന്നാരത്തിലാണ് ഗ്ലും വന്നത് അല്ലേ. പിന്നെ എനിക്ക് തോന്നിയത് അനുപല്ലവിയുടെ നീ എന്നെ കാണാൻ വാ, അത് അവിടെ ഒരു കുറച്ച് ശ്രുതി പ്രശ്നം തോന്നി. തിരുമുടി പൂവും കൊണ്ടേ അവിടെ കുറച്ച് ശ്രുതി പ്രശ്നം തോന്നി. പിന്നെ ചരണത്തിൽ സ്വപ്നമാ മന്ദാരം അവിടെയും കുറച്ച് ശ്രുതിയുടെ പ്രശ്നം തോന്നി. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ 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 ഇഷ്ടു. യെസ്. ചിരിച്ചേ, ഇങ്ങനെ പല്ല് കാണിച്ച് ചിരിച്ചോ നോക്കട്ടെ. ദ്യുതിക്കുട്ടി ഓ എങ്ങനെ ഇവിടെ എത്തി? അവിടെയല്ലേ ഉണ്ടായിരുന്നേ? എങ്ങനെ വന്നു? നടന്നു വന്നു. അതെന്താ ഇതിന് മാത്രം ചിന്തിക്കാൻ? നടന്നു വന്നു. മിടുക്കി, നന്നായി പാടി കേട്ടോ. എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയ എന്താ വെച്ചാ കുറേ ഡീറ്റെയിൽസ് നമ്മുടെ അമ്മുക്കുട്ടി മിസ് ചെയ്യാതെ പാടിയിട്ടുണ്ട്. നല്ല രസമുണ്ട് ആ ഡീറ്റെയിൽസ് കേൾക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതെ, ആ മെല്ലെയൊക്കെ അല്ലേ, മെല്ലൊക്കെ നല്ല രസമുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ സ്വപ്നമാ മന്ദാരം എന്ന് പാടിയത്, പിന്നെ വാരിപ്പുണർന്നിടുമ്പോൾ ഉള്ളം കോരിത്തരിച്ചിടുമ്പോൾ, അതൊക്കെ നല്ല രസമുണ്ട് കേൾക്കാൻ. അപ്പൊ ഒന്ന് ചിരിച്ചൂടെ? കണ്ടോ, ടെൻഷനൊക്കെ മാറിയില്ലേ ഇപ്പൊ? സോറി, അത് പറ്റില്ല. ചിരിക്കണ്ട് കണ്ടോ. നോക്കിയേ മീനുട്ടീനെ നോക്കിയേ, എന്റെ അടുത്ത് ചിരിച്ച പോലെ ചിരിച്ച നേരത്തെ. ഞങ്ങൾ പുറത്തുനിന്ന് എപ്പോഴും ഭയങ്കര ചിരിയാ, പക്ഷെ അകത്ത് കയറി അതൊരു ഒറ്റ സെക്കൻഡ് അപ്പൊ തന്നെ നമ്മളെ തിരിച്ചെടുക്കും. യെസ്. അപ്പൊ ദ്യുതിക്കുട്ടി സൂപ്പർ ആയിട്ട് പാടി, മിടുക്കിയായിട്ട് പാടി, നല്ല രസം ഉണ്ടായിരുന്നു ഇവിടുന്ന് കാണാൻ വേണ്ടിട്ട് കേട്ടോ. വെരി ഗുഡ്. യെസ്. പോക്കോ മീനു ചേച്ചി എടുത്ത് പോക്കോ. ദ്യുതിക്കുട്ടിയുടെ ഇന്നത്തെ മാർക്ക് 96.75 ഔട്ട് ഓഫ് 100. ഇനി നമ്മുടെ ആര്യ ചേച്ചിയുടെ റൗണ്ട് വന്നിരിക്കുകയാണ്. ഇവിടെ അതിനെ നമ്മൾ ആര്യ ചേച്ചിയുടെ റൗണ്ട് എന്ന് പേരിട്ട് കഴിഞ്ഞു. പെർഫോമൻസ് റൗണ്ട് ആണ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സോങ്ങുമായിട്ട് നമ്മുടെ റൈക്ക ബേബി എത്താണ്. അമ്പത്തൂർ സിംഗം. യെസ്. ഹലോ. ഹായ് റൈക്ക കുട്ടി. ഹലോ. സൂപ്പർ. എന്നാ സമാചാരം? ഒന്നുമില്ല, ഇന്നൊക്കെ കടവുളോട് പാട്ട്. കടവുളോട് പാട്ടാ? ഓ, അതെന്താ പാട്ട്? ആറ്റിൻകരയോരത്തെ. അത് കടവുളോട് പാട്ടാ? ആമാം. കടവുളിന മ്യൂസിക് കടവുൾ, ഇസൈ കടവുൾ. ഇളയരാജ സർ. ஆமா. அவரோட சாங். எம்ஜே சார் Yeah. உங்கள்ட்ட ஒன்று சொல்றதுக்கு உண்டு. என்ன? என்னோட கிராமத்துல ஹரித சேனைக்கு வர ആൾക്കാരെല്ലാം ഉങ്ങളോട് പെരിയ ഫാനാക്കും. നൂറിനയിലെ ഹരിത കർമ്മ സേനയിലെ എല്ലാ എന്റെ പ്രിയപ്പെട്ടവർക്കും, നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഓക്കെ വാ. ശരി. പൊതു റൈക്ക കുട്ടി ഹാപ്പി അല്ലേ? ഇനി ഹാപ്പി ആയിട്ട് പാടാം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആറ്റിൻകരയോരത്തെ ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ? ആറ്റിൻകരയോരത്തെ ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ?
ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടിപൊളി. റൈക്ക ஓ தூள் கிளப்பிட்டீங்க. தேங்க்யூ ஆடியன்ஸை ஃபிளாட் பண்ணிட்டீங்க. தேங்க்யூ செம்மையா பாடிட்டீங்க. தேங்க்யூ പട്ടേ കഴിപ്പിട്ടീങ്ക. അതറിയില്ല. അത് എങ്ങനെ? അതറിയില്ല. അത് പട്ടേ കഴിപ്പിട്ടീങ്ക. കലപ്പിട്ടീங்க. தேங்க்யூ കലപ്പ വെച്ച് ഉഴുതുന്നു. ഓ കൊള്ളായിരുന്നു. അതാണ് മൊത്തത്തിൽ ഉദ്ദേശിച്ചത്. മൊത്തത്തിൽ ഉദ്ദേശിച്ചത് വേറെ ലെവലിന്. സൂപ്പർ ആയിരുന്നു. Yes, 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 yes. അതാണ് ലെവൽ കൊഞ്ചം മേലെ. മേലെ. ടുഡേസ് പെർഫോമൻസ് தேங்க்யூ ലോട്ട് ഓഫ് ഗുഡ് പോയിന്റ്സ്. Yeah. தேங்க்யூ ഇപ്പോ ഫോർ എക്സാമ്പിൾ കാണാതെ കാണാനെന്ത് മോഹം. മോഹം. അതെ. വെരി ബ്യൂട്ടിഫുൾ. தேங்க்யூ കാണുമ്പോൾ ഉള്ളിനുള്ളിൽ നാണം. നാണം. വെരി വെരി ബ്യൂട്ടിഫുൾ. நாணம் எல்லா இடத்துல வந்து ரொம்ப பியூட்டிஃபுல்லா Beautiful. Yes, 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 yes. மட்டும் இல்ல அந்த ஆத்திங்கர. அது 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 இடையில வந்து அந்த இப்படி சைலன்ஸ் அதான் ஆமா. இப்படி பண்ணாங்க. ஆத்தின்கர சைட் அடிச்சாங்க. சைட் அடிச்சாங்க. ஆமா கரெக்ட். Sight நானும் அடிச்சாங்க. பாத்திருக்கேன். ஆமா அந்த நல்லா sight- இருந்தது. தேங்க்யூ அது ஆடியன்ஸ் பார்க்கும்போது அவருக்கு ரொம்ப நல்லா அது நல்லா பிடிக்கும். அங்கே கம்யூனிகேட் பண்ணணும். எஸ் எஸ். அது நல்லா இருக்கும் கேட்டா. தேங்க்யூ தென் அந்த லைன் இல்லையா கல்யாண பந்தல் கெட்டும் காணா பிராவே அது சூப்பரா இருக்கும். எஸ் you. எஸ். பட் வந்து சில இடங்கள்ல ஸ்ருதி இப்ப பாலமர தணலத்து ஏதோ ஸ்ருதி ஓகே പല്ലവില வந்து ഈ ലൈനില് മാരിവില്ല് മേഞ്ഞൊരു இந்த മേഞ്ഞൊരു வந்து எல்லா இடத்துலயும் ஸ்லிப் ஆச்சு. என்னது മാറിവില്ല മേഞ്ഞൊരു മൺകൊടി இப்ப கூட அது நோட்ஸ் ஆமா, கரெக்டா வரல. ஒரு அந்த slotல tendency வரல. இருக்கு ஒரு அது. tendency இருக்கு. ஆமா ஆமா ஆமா. ஸ்லிப் Slipping ஆகிறதுக்கு. tendency. ஓகே அது MSA மாஸ்டர் ஆஃப் ஸ்லிப்பிங். അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ. அது கூட இடையில தெரிஞ்சது இல்ல இல்ல வரணும் ஆமா ஆமா. அது பாடு. ஹோ ஹோ அதான் அப்ப ஹோ வந்து பாயில இருக்கணும். ஹோட எண்ட் வந்து எங்க இருக்கணும்? சால இருக்கணும் சாயில் இருக்கணும். அது சாப்பா அட்மினிஸ்ட்ரேஷன். ஓகே அப்போ சாப்பா அட்மினிஸ்ட்ரேஷன் கரெக்டா இருக்கணும். பிரீத்திங் அட்மினிஸ்ட்ரேஷன் கரெக்டா இருக்கணும். ஓகே ஸ்லிப்பிங் அட்மினிஸ்ட்ரேஷன் Correct கொஞ்சம் கூட நல்லா இருக்கக்கூடாது. இருக்கணும். பட் ஸ்டில் நான் சொன்ன மாதிரி ஒரு லெவல் கொஞ்சம் ஏறியாச்சு. ஆமா. தேங்க்யூ ரைக்கா வந்து ஒரு சூப்பர் டான்சர் கூட. பார்த்ததில்ல அந்த மூமெண்ட்ஸ் எல்லாம் ரொம்ப அழகா இருந்தது. இடையில கொஞ்சம் கொஞ்சம் ஸ்டெப் போட்டது அவரு. அழகா பண்ணிட்டுங்க. தேங்க்யூ ரொம்ப அழகா. தேங்க்யூ അടടടടടടട. அடடடடடடட. കയ്യിലുണ്ടായ വേർഡ്സ് മുഴുവൻ തീർന്നു എന്നാണ് അതിന്റെ അർത്ഥം. லைக்கா பேபே ஓ ரொம்ப நல்லா பாடுனீங்க. தேங்க்யூ சூப்பரா பாடுனீங்க. தேங்க்யூ ரொம்ப பிடிச்சு போச்சு. தேங்க்யூ பாடல் மட்டும் இல்ல ஆடல் கூட ரொம்ப பிடிச்சிருக்கு. தேங்க்யூ ரொம்ப நல்லா ஆடினீங்க. தேங்க்யூ அந்த எக்ஸ்பிரஷன்ஸ் கூட ரொம்ப நல்லா இருந்தது. தேங்க்யூ இந்த சைட் அடிச்சு காமிச்சல அதுவும் சூப்பரா இருந்தது. நல்லா தேங்க்யூ இருந்தது. ടേപ്പ് റെക്കോർഡർ വെച്ച പോലെ ഇങ്ങനെ Thank you. thank you എന്ന് പറയണ്ട അവള്. நிறைய இடத்துல ரொம்ப ரொம்ப நல்லா பாடுனீங்க. தேங்க்யூ சொன்ன மாதிரி கொஞ்சம் மேல வந்திருக்கு. உங்களோட சிங்கிங் குவாலிட்டி கொஞ்சம் கிராஃப் ஏறி வருது. ഓക്കെ ഓൾ ദി ബെസ്റ്റ്. தேங்க்யூ ഉഗ്രൻ പെർഫോമൻസ്. தேங்க்யூ മിടുക്കി. നന്നായി പാടി കേട്ടോ. தேங்க்யூ എനിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെട്ടു. Thank കുറച്ചൊരു you. ഫൺ പാട്ട് എൻജോയ് ചെയ്തുകൊണ്ടുള്ള റൈക്ക ബേബിയുടെ ആറ്റിറ്റ്യൂഡ് നല്ല രസമുണ്ടായിരുന്നു. കുറച്ചും കൂടെ സ്ട്രെങ്ത് വേണമെന്ന് തോന്നുന്നു എനിക്ക്. ஓகே കുറച്ചും കൂടെ ഒരു എന്താ പറയാ വോയിസിൽ കുറച്ചും കൂടെ ഒരു ജോളി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ഒരു ഫൺ എലിമെന്റ് കൊണ്ടുവരായിരുന്നു എന്ന് തോന്നി. ஓகே ഓക്കെ. ബ്യൂട്ടിഫുൾ സിംഗിങ്, ബ്യൂട്ടിഫുൾ കോസ്റ്റ്യൂം, ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ, ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്. தேங்க்யூ യെസ്. റൈക്ക ഓ അപ്പൊ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 97 out of 100. தேங்க்யூ பதன்ய தோളം பொன்ன பால மரத்தணல ஓகே All the best. All the best. தேங்க்யூ Bye bye. ഇനി വരാൻ പോകുന്ന ആൾക്കുണ്ടല്ലോ ഒരു സ്പെഷ്യൽ കഥയുണ്ട്. എന്താന്നറിയാം, എന്റെ റൂം മേളിലല്ലേ. അപ്പൊ മേളിൽ നിന്ന് ഞാൻ ഇങ്ങനെ താഴെ ഇറങ്ങി റെഡി ആയിട്ട് ഇങ്ങോട്ടേക്ക് വരണല്ലോ. അപ്പൊ വരാൻ പോകുമ്പോ പുറത്തുനിന്ന് ഒരാൾ എന്റെ അടുത്ത് പറഞ്ഞു എന്നെ എടുക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇത് ഇട്ടിരിക്കല്ലേ, എടുക്കാൻ പാടാ, നമ്മൾ രണ്ടാളും വീഴും. അത് സാരമില്ല, എന്നെ ഇപ്പൊ എടുക്ക് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് അമ്മ അച്ഛനൊക്കെ വന്ന് പിടിച്ചിട്ട് പറഞ്ഞു അയ്യോ ഇത് ഇട്ടിട്ട് എടുത്താ പ്രശ്നമാവും, വീണു പോവില്ല രണ്ടാൾ, എന്നെ എടുക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്ത് അങ്ങനെ താഴെ വരെ കൊണ്ടുവന്നു. ഈ പ്രോപ്പർട്ടി താഴെ വരെ കൊണ്ടുവന്നപ്പോ എന്റെ അടുത്ത് തന്നെ എനിക്ക് പട്ടിയെ കാണണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ പട്ടി ഇപ്പൊ ഇല്ലല്ലോ, എനിക്ക് കറുത്ത പട്ടിയെ കാണണം. അതിന് ഞാൻ പറഞ്ഞു ഞാൻ അതിനെ പിന്നെ കാണിച്ചു തരാം, നാളെ ആവുമ്പോ കാണിച്ചു തരാന്ന്. അങ്ങനെ കൊണ്ടുവന്നപ്പോ ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ
ഞാൻ മീനൂട്ടി ചേച്ചിയുടെ കൂടെ ഇവിടെ കയറി ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ കൊണ്ട് കയറ്റി ഇവിടെ ഇരുത്തി. ഒരു വിധത്തിൽ ഞങ്ങൾ ഇത്രയും പേരുടെ കഷ്ടപ്പാട് കൂടി ഞങ്ങൾ ഇറക്കി കൊണ്ടുപോയി റെഡിയാക്കി എടുത്ത ഒരു പ്രൊഡക്റ്റിനെയാണ് ഞാൻ ഒരു special product. അതെ 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 ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് റെഡിയാക്കിയ ഒരു പ്രൊഡക്റ്റിനെയാണ് ഞാൻ വിളിക്കുന്നത്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ യാമിക്കുട്ടി ഓൺ സ്റ്റേജ്. ഓ എനിക്ക് ഭയ പ്രിൻസസ് തന്നെയല്ലേ, അതെ 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 അതെ. നല്ല രസമുണ്ടല്ലേ. ഞാനിപ്പോ ആദ്യം ഒരു പാട്ട് പാടിത്തരട്ടെ. അച്ചാച്ചന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടട്ടെ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അത് പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. എന്താ അവരുടെ മൈക്ക് ഓഫ് ആണോ? എങ്ങനെ ഒച്ചയില്ലാതെ പറയുന്നു. ഒച്ചയില്ലാതെ അതെന്താ? അവര് പറയുന്നത്? അവര് നല്ല ഒച്ചയല്ലേ പറയുന്നത്, എനിക്ക് കേക്കാലോ. ഹായ് ഹായ് പറഞ്ഞു. കേക്കുന്നില്ലേ? ഹായ്ന്ന് കണ്ട. ഒന്നും കേൾക്കുന്നില്ല. അയ്യോ എനിക്ക് കേൾക്കുന്നില്ല. നിങ്ങൾ പറയാൻ പറയാം അല്ലേന്ന്. കാണാം ഇത്ര ഒച്ചയുണ്ട് എന്റെ ചെവി. ഇതാ ചെവി പൊട്ടുന്ന്. ചെവി കിട്ടുന്ന. ആ ഞാൻ അങ്ങനെ ഹായ് കാണിക്കാന്നറിയാം. എങ്ങനെ? ഇത് കൈപ്പിടി. അയ്യോ ഇപ്പൊ സൗണ്ട് വന്നു ശരിക്കും. ഇപ്പൊ സൗണ്ട് വന്നത് ഇല്ല, എനിക്ക് കേൾക്കാം. അല്ലെങ്കിലും അവര് പറയുന്നത് എന്തെങ്കിലും ഒന്ന് പറയാം, ഞാൻ പറയാം. മീനുട്ടി ഏത് പാട്ടാ എന്താ ചോദിക്കുന്നേ? ഞാനങ്ങനെ ക്ലാപ്പ് പൊട്ടുന്ന നിൽക്കറിയാം. പോടാ. ഇതെന്താ ഇവർക്ക്? പാടാന്ന് വിളിച്ചില്ല, ഞാൻ തെറ്റി. അയ്യോ തെറ്റല്ലേ, എന്നോട് തെറ്റല്ലേ. ഇവരെന്തായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നത്? ഇവർക്ക് വട്ടമായെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങക്ക് വട്ടാണെന്നാ ഞങ്ങക്ക് തോന്നുന്നത് കേട്ടോ. ഇനി എന്ത് ഈ ആശുപത്രി കൊണ്ടുപോണോ? അതുകൊണ്ടേ എന്തോന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ പാട്ടൊക്കെ പാടുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ടിട്ടാണ് അങ്ങനെ പാടുന്നത്. അത് എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാണ്. എന്റെ അമ്മ എന്നെ അടിക്കുന്നത്, ആ ഇന്നലെ രാത്രി അടിക്കുന്നത് എന്റെ അമ്മേനെ എനിക്ക് സ്നേഹമില്ലാത്തോണ്ടല്ല, പിന്നെ ഇഷ്ടായിട്ടാണ് അടിക്കുന്നത്. കാരണം അടിച്ചാല് തല്ല് പോലെ വളരും. പറഞ്ഞു പഠിപ്പിച്ചു അല്ലേ? പിന്നെ അമ്മ അടിച്ചതിന്റെ മുറി കാണണോ? ആ ഇതെന്താ കാണിച്ചതാ? ഇതില് നല്ല എന്ത് പറ്റിയതാ ചേച്ചി? വീണതാ? ദേവി നീ പറയുന്നൊന്നും കേട്ടോ ആരും വിശ്വസിക്കരുതേ. ഞാൻ ഈ ചെക്കനെ തോളത്തിങ്ങനെ എടുത്തോണ്ട് ഇങ്ങനെ പാഞ്ഞു നടക്കുന്നു വേറെ സൈഡിലൂടെ. അപ്പൊ എന്നിട്ട് അവസാനം ഞാൻ മൂക്കും കുത്തി അങ്ങ് താഴെ വീണു. താഴെ വീണു. പിന്നെ മൂക്കിന്റെ ഇവിടെ ചോര. എന്നിട്ട് അമ്മ അടിച്ചതാന്ന് പറഞ്ഞതാ. ഇവരെന്തൊക്കെ അടിച്ചതല്ല, അമ്മ കണ്ടിട്ട് അങ്ങനെ അങ്ങനെ നിന്നു. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇവരെ ഇനി അടിക്കേണ്ടി വരുന്ന തോന്നുന്നു. അവരാരും സംസാരിക്കുന്നില്ല ഇപ്പൊ. സംസാരിക്കുന്നില്ലെങ്കിൽ അത് കുത്തനങ്ങ് വെച്ച്. ഒന്ന് കുത്തിക്കാന്ന്. അങ്ങനാണെങ്കിൽ ഞാൻ അങ്ങനെ ഹായ് പറയുന്നത് എനിക്കറിയാം. നോക്കുമ്പോൾ നല്ല ഒച്ച വരുന്നുണ്ട്. ഒച്ച വരുന്നുണ്ട് നിങ്ങളാക്കും. പക്ഷെ ഇപ്പൊ ഇവരൊന്നും സംസാരിക്കുന്നില്ലല്ലോ. ഇനി എന്ത് ചെയ്യും? നല്ല കോയിൻസ് ആണല്ലോ. അതൊക്കെ ശരി, നമ്മളെ കൊച്ചു വർത്താനൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി എങ്ങനെ പാടും? എങ്ങനെ പാടുന്നു അതിന്റെ ഡീറ്റെയിൽസ് പറയണ്ടേ? അതിന് പറയാ, അവരൊന്നും ചോദിക്കുന്നില്ലല്ലോ. ഞങ്ങൾ മിണ്ടാണ്ടിരുന്ന എന്ത് ചെയ്യുന്ന പറഞ്ഞ നേരത്തെ? ഒറ്റ കുത്തു വെച്ച് ഒന്ന് കുത്തിയാ കാണട്ടെ. അത് കഴിച്ചോ. ധൈര്യം ഉണ്ടോ നോക്കട്ടെ. ഞാനങ്ങ് കുത്തി തരുന്ന്. അയ്യോ മധുവെങ്കിളിന് ആദ്യം ഐഡി. ഒരു സെക്കൻഡ് പോലെ 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 ഇനി കുത്തിട്ടുള്ള ഇനി കുത്തിട്ടുള്ള ബാക്കി കാര്യം. ശരിക്കും കുത്തിയില്ലേ? ശരിക്കും കൊടുത്തു. ഇനി വേഗം തിരിച്ചു. ഇനി എംജെ അങ്കിളുടെ അടുത്ത്. ശരിക്കും കുത്തി. അയ്യോ എം ജെ അങ്കിളെ വിളിച്ചല്ലോ, എന്തിനാന്ന് ചോദിക്ക്. ഉണ്ട്. കുത്തി. ചേച്ചി അയ്യോ ഞാൻ പാവല്ലേ, ആരെയും ഞാൻ ചോദിച്ചോളൂ. പാവല്ലേ. അയ്യോ, എന്നാ പിന്നെ ഞങ്ങൾക്കും വേണം. ഇതാ കൈതാ. കൈയെടുക്ക്. ആ കൈയോടെ. ഓ പ്രിൻസസ്. ഇനി എംജെ അങ്കിളുടെ. അയ്യോടി. ഒരൊറ്റ കാര്യം, കഴിഞ്ഞ ദിവസം എനിക്ക് ഫോൺ തരാന്ന് പറഞ്ഞിട്ട് ഫോൺ അവിടെ നിന്ന് എടുത്ത് തന്നിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുപോയില്ലേ? ഞാൻ തരാം. എന്റെ ഐഫോണോടെ ഞാൻ തരാം. എല്ലാ ദിവസവും പാടുമ്പോ അതവിടെ കൊണ്ട് വെക്കും. അച്ഛൻ്റെ കാശ് കിട്ടിയോ? അവർക്ക് എവിടെ എന്റെ ഡയമണ്ട് മാല എവിടെ? അച്ഛൻ്റെ കാശ് കിട്ടിയോ? ഡയമണ്ട് മാല ചേച്ചി തരാം. മാലൂരാൻ. സ്വർണ്ണ വള തരാം. ഭയങ്കര ദാനശീലയാണ്. അയ്യോ വേണ്ട പൊന്നെ, കുഴപ്പമില്ല വേണ്ട കുഴപ്പമില്ല. കുഴപ്പമില്ല. ഫോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം.
തൽക്കാലം ഫോൺ അത് മതി മതി, ഫോൺ മതി. adjust ചെയ്യാം. മാല പിന്നെ മതിന്ന്. അപ്പൊ ടാറ്റ പാടിക്കും. ആണെങ്കിൽ എനിക്ക് ആ ഫോൺ ബാട്ടർ സിസ്റ്റം ആണ്. കൊടുത്തോ, കൊടുത്തോ. ശരി ശരി എടുത്തോ. ചക്ക കൊടുത്ത് മാങ്ങ വാങ്ങുന്നതല്ലേ. അതങ്ങ് എടുക്കുക. അതങ്ങ് എടുത്തു. എന്നാ എനിക്കിനി ആ പോണ്ടാന്ന്. പല്ലൊക്കെ പോയി, മുത്തശ്ശിയായി. പ്രായായോ? പ്രായം ഒരുപാട് പ്രായമുണ്ട്. അങ്ങനെ പറയല്ലോ. ഒന്നാമത്തെ പല്ല് നോക്ക്. ഒന്നാമത്തെ പല്ലല്ല, അത് മൂന്നാമത്തെ വരുന്നുണ്ട്, പല്ലില്ല, തിരിച്ചു അഞ്ചാമത്തെ വരുന്നുണ്ട്. പല്ലില്ല, ഏഴാമത്തെ പല്ലില്ല, അതെല്ലാം പോയി. പല ഇളകുന്നുണ്ടോ? പല്ലു പോയ കിളവി. പല്ല് പോവാത്ത കിണ്ണള. ഇത് പല്ല് പോലെ കിളവാന്ന്. എനിക്കൊരു സംശയം, ഇന്ന് പാട്ട് പാടുന്നുണ്ടോ? ഉണ്ട് പാടുന്നുണ്ട്. ഉണ്ട് ഉണ്ട്, യെസ്. അപ്പൊ അതെ. ഉണ്ടെങ്കിൽ ഏത് പാട്ടാ? അച്ഛൻ കൊമ്പത്ത്. ആ. അച്ഛൻ അപ്പൊ അച്ഛൻ അമ്മ- സോഫയിലാണല്ലോ ഇപ്പൊ, കൊമ്പത്തല്ലല്ലേ. അമ്മ എവിടെയാ? അമ്മ മരമ്പത്ത്. വരമ്പത്ത്. അമ്മയും സോഫയിലുണ്ടല്ലോ, ഇരിക്കണ്ടല്ലോ അവിടെ. അപ്പൊ അനിയൻ എവിടെയാ? അനിയൻ മരമ്പത്ത്. ഇങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് വാ. അപ്പൊ യാമി എവിടെയാ ഉള്ളത്? ഞാൻ കള്ളം മുറ്റത്തുണ്ട്. കള്ളം മുറ്റത്തുണ്ട്. പള്ളിക്കുട്ടിയാണോ? എനിക്ക് ചെമ്പോത്തിന്റെ അടുത്ത് പോവാൻ പറ്റൂലല്ലോ. അതെന്താ ചെമ്പോത്ത് എന്ത് ചെയ്യും? എനിക്കിനി പറക്കാൻ തന്നെ ചിറകൊന്നുണ്ടോ നോക്ക്. ചിറക് വെച്ചെന്ന് നേരോ ചിറക് വെച്ച് പറക്കോ. പറക്കോ? അപ്പൊ ചെമ്പോത്തിനൂടെ പറക്കോ? ഞാൻ പറക്കാം. എന്നാ ഇങ്ങനെ പിടിക്കി. അപ്പൊ ഈ, പറന്ന് കാണിച്ചു തരാം. പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറപ്പിക്കാം. അതെ അതെ, പാടി കഴിഞ്ഞിട്ട് പറക്കാം. ഞാനിപ്പോ ഒന്ന് മീനുട്ടിയോട് ഒരു കാര്യം പറഞ്ഞിട്ട് ആ, ഇപ്പൊ ഇവിടെ ഇവിടെ വരണ്ട, അവിടെ വരണ്ട, പാടിയാ അവിടെ മതി. പൊക്കോ. അയ്യോ, ഇപ്പൊ ഞാൻ പറപ്പിക്കേണ്ടി വരും. ഓ, ഓ എന്റെ അമ്മോ. പ്രാവശ്യം മീനുട്ടി ചേച്ചി വരുമ്പോള് നേരത്തെ എങ്ങനെ- രണ്ടുപേരെയും കൊണ്ടുവരണേ. പണ്ടൊരു ദിവസം വേറൊരു ചേച്ചി ആയിരുന്നല്ലോ പ്രസന്റ് ചെയ്യുന്നത്. അവരെ കൊണ്ടുവരണം. അശ്വതി ചേച്ചിയോ? രണ്ടുപേരെയും മീനുട്ടി ചേച്ചിയും ആശലി ചേച്ചിനെയും അശ്വതി കൊണ്ടുവരണം. ചേച്ചി. അശ്വതി അശ്വതി. അശ്വതി, ആ കൊണ്ടുവരാം. യേശുദാസങ്ങളെയും കൊണ്ടുവരണം. ആ, അയ്യോ, കൊണ്ടുവരാം. അത് മീനോട്ടെ. അശ്വതിക്ക് ഞാൻ പിടിച്ചാ നിൽക്കും. നിങ്ങളായിരുന്നു ട്രൈ. യേശുദാസങ്ങളിന് അവിടെ മധു അങ്കളുടെ അടുത്തൊരു ചെറു അവിടെ അവിടെ ഇരുത്തിയാ മതിയോ? അവിടെ ഇവിടെ ഇരുത്തണം. എത്തിയാ മതിയോ? ഒരു മതങ്ങളുടെ അടുത്ത്. മധുവങ്ങൾ പറയും യേശുദങ്ങൾ വരൂ, അങ്ങനെ ഒരു പെട്ടിയിലാക്കി എന്നിട്ട് കൊണ്ടുവരും. ഇവിടെ ഇരുത്തും. അച്ഛന് കാര്യമുണ്ട്. എന്താണ് കാര്യം? പുണ്യങ്ങൾ എന്റെ അമ്മേന്റെ ഫോൺ കൊണ്ടുപോയി. ആണോ? ആണ് ഉണ്ണിയങ്കിൾ. ഉണ്ണിയങ്കളെ എടുത്തോണ്ട് പോയി. ഇപ്പൊ നിങ്ങൾ പറയുമ്പോ നല്ല സൗണ്ട് കേൾക്കുന്നു. ആ, ആ, സൗണ്ട് എന്നാ അപ്പൊ പിന്നെ പാടണേ, നമുക്ക് പാടണേ. പാടാം പാടാം. ഞാൻ ഡീറ്റെയിൽസ് പാടിക്ക, ആ പാടിക്ക. ഡീറ്റെയിൽസ് പറഞ്ഞു, ഡീറ്റെയിൽസ് പറഞ്ഞു. പാടിയത് യേശുദാസ് അങ്കിൾ. ഓക്കെ. പിന്നെ ലിറിക്സ് എഴുതിയത് പി ഭാസ്കരൻ സാർ. യെസ്. മ്യൂസിക് എഴുതിയത് ചെയ്തത് മ്യൂസിക് ചെയ്തത് ജോൺ മിസ്റ്റർ ജോൺസൺ മാസ്റ്റർ. മിസ്റ്റർ മിസ്റ്റർ ജോൺസൺ. ജോൺസൺ. ഓക്കെ. ഓക്കെ. പിന്നെ സിനിമേന്റെ പേര് സിനിമന്റെ പേര് നസീമ. ആം. ഓക്കെ. വർഷം. വർഷം വർഷം അയ്യോ 1983. ആ ആ, കഴിഞ്ഞു 8 കഴിഞ്ഞു കഴിഞ്ഞു 7 ആ, 8 3 8-6-0-7-4. കഴിഞ്ഞു. കഴിഞ്ഞില്ലേ? ഓൾ ദ ബെസ്റ്റ് എന്ന് പറയുന്നത്. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ വീണേനെ. ആ, ശരി. all the best. നന്നായി All the best. പാടണേ. അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് കള്ളൻ മുറ്റത്ത് പാടി ചെമ്പൂത്ത്. അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് കള്ളൻ മുറ്റത്ത് പാടി ചെമ്പൂത്ത്. പാടത്തെ ചെമ്പോത്ത് പനന്തത്തെ ഓളത്ത് വിഷുപ്പുലർക്കാലത്ത് പേട്ടുവേളിൽ നിന്നു പാടി കൈകൊട്ടും പാട്ടും കൈകൊട്ടും വളരെ സന്തോഷം പാടാൻ ചെങ്ങാതി. പൂവായ
വിഷുപ്പുലർക്കാലത്ത് വീട്ടുവേലിൽ നിന്ന് പാടി വീട്ടുവേലിൽ നിന്ന് പാടി കൈകൊട്ടും പാട്ടും കൈകൊട്ടും പാടിൽ സന്തോഷം പാടാ ചങ്ങാതി കാവിൽ ആരാട്ട് കടവിൽ നീരാട്ട് മേളം പഞ്ചാരി താളം തരികിടതോ കാവിലാരാട്ട് കടവിൽ നീരാട്ട് മേളം പഞ്ചാരി താളം തരികിടതോ പൂവന്തി പെണ്ണിന്റെ നക്ഷത്ര കൈനീട്ടം രാവിലെ മുറ്റത്ത് പൂതിരി വിട്ടാട്ടം കൈകൊട്ടും പാട്ടും കൈകൊട്ടും പാടിൽ സന്തോഷം പാടാം ചെങ്ങാതി അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് മുറ്റത്ത് പാടിയ ചെമ്പോത്ത് പാടത്തെ ചെമ്പോത്ത് പനന്തത്തെ ഓടത്ത് വിഷുപ്പുലർക്കാലത്ത് വീട്ടുവേലിൽ നിന്ന് പാടി വീട്ടുവേലിൽ നിന്ന് പാടി വിത്തും കൈകൊട്ടും പാട്ടും കൈകൊട്ടും പാടിൽ സന്തോഷം പാടാം ചങ്ങാതി ആഹാ യാമിക്ക അലക്കിയല്ലോ. സൂപ്പർ ആയിരുന്നല്ലോ, സൂപ്പർ. സൂപ്പർ ആണെങ്കിൽ താങ്ക് യു. ഈ ആ സ്വരമൊക്കെ നല്ല രസമായിരുന്നു കേൾക്കാൻ. എന്തായിരുന്നു സ്വരം? പദപമഗമ പദനി പദനി തപ താപമ പമഗ സരിഗമ പദനി താപമ പ. ഇന്നലെ രാത്രി ഫുള്ള് ഒച്ചുണ്ടാക്കുന്ന അപ്പൊ അമ്മ പറഞ്ഞു ഒച്ചുണ്ടാക്കല്ലേന്ന്. അപ്പൊ ഞാൻ കൊറേ മുറ്റത്തൊക്കെ ഓടി കളിച്ചപ്പോ ഒരു പട്ടി സഞ്ജുവിന്റെ ഒരു പട്ടീനെ അയച്ചു വിട്ടിട്ടുണ്ട്. ഏത് സഞ്ജു? സഞ്ജു എന്ന് പറഞ്ഞ ഒരു പട്ടീനെ അയച്ചു വിട്ടിട്ടുണ്ട്. അല്ല സഞ്ജു ഒരു സഞ്ജു എന്ന് പറഞ്ഞൊരു മോന്റെ ഒരു പട്ടീനെ, ഒരു വലിയൊരു പട്ടീനെ അയച്ചു വിട്ടിട്ടുണ്ട്. ഓ ആണോ? അങ്ങനെ. ആ ഞാനീ ഓടി കളിക്കുമ്പോൾ ആ പട്ടി എന്റെ പിന്നാലെ ഓടി വരിക എന്നെ കടിക്കാൻ വേണ്ടി. ഞാന് ആ ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ കേറിയിരുന്നു. അപ്പൊ ആ പട്ടി അച്ഛനൊന്ന് ഒറ്റ കടി അങ്ങ് കാല് കടിച്ചോ? അതെ. ഇതൊക്കെ ഉള്ള കഥയാണോ? അതൊക്കെ തട്ടലാ. അച്ഛനൊക്കെ കടിച്ച് കടിച്ചു അച്ഛനെ ഷൂഷൂ എന്ന് പറഞ്ഞപ്പോ അത് അനുസരിച്ചില്ല, ഒറ്റ കടി അങ്ങ് കല്ലങ്ങ് കടിച്ചു. കടിച്ചു. ഈ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എംജങ്കൾ? പാട്ട് ഒരു രക്ഷയില്ല. അയ്യോ അടിപൊളി പാട്ടായിരുന്നു. അയ്യോ എന്തൊക്കെയാ പാടിയത്. ആ ഇടയ്ക്ക് എന്താണ് വിഷു പുലർക്കാലത്ത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര എക്സ്പ്രഷൻസ്. അതെ അതെങ്ങനെയായിരുന്നു? വിഷുപ്പുലർക്കാലത്ത് ആ വീട്ടുവേലിൽ നിന്നു പാടി പിന്നെ എങ്ങനെയാ? അങ്ങനെയാണോ? അതിന് പെട്ടു വീഴണം. വെട്ട് വീഴണം. അതിന്റെ സ്വരം എന്താ? പതനി അതാണോ? ഇതാണോ അതിന്റെ സ്വരം? അതിന്റെ സ്വരം ഇതാണോ? ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാതെ അറിഞ്ഞൂടാ. അറിഞ്ഞൂടാന്നോ? ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. വീട്ടുവേലിൽ നിന്നു പാടി സ്വരം വീട്ടു വെളിയിൽ പാടി നിന്നും നോക്ക്. പദപമഗമ പദനി പദപമഗമ പദനി പദനീതപ പദനീതപ താപമ താപമ പാമഗ പാമഗ സരിഗമ പദനീത പദനീതപ താപമ താപമ. കഴിഞ്ഞു. ഓ, കഴിഞ്ഞു. അതെ. അങ്ങനെ താപമ താപമ. ഓ ഓക്കെ ഓക്കെ ആണോ? കറക്റ്റ് ആണോ? ഓക്കെ ഓക്കെ പിള്ളേരെ, ഓക്കെ. നിങ്ങൾ കുറച്ചും കൂടെ വലുതാവുമ്പോ നിങ്ങൾക്ക് സ്റ്റാർ സിംഗറിൽ ഇത് പാടാം. ശരി കേട്ടാ. നമ്മൾ കുറച്ചുകൂടെ വലുതാകുമ്പോഴത്തേക്കും ക്ലാസ് എന്റെ വായത്തെ ചുണ്ടത്തെ മുറി
ഒന്ന് ചുണ്ടത്തെ മുറി ഒന്ന്. ഇവിടെ കണ്ടില്ല, ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ ഒന്ന് നോക്കിയാ മതിയോ? മതിയോ? ആ. മധുങ്ങൾക്ക് ഇഷ്ടമാണോ യാമിക്കുട്ടിയെ? എവിടെ? ഓ യാ അല്ലേ? ആ പൊട്ടിയിട്ടുണ്ട് ശരിയാ. മധുങ്ങൾക്ക് ഇഷ്ടമാണോ യാമിക്കുട്ടിയെ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാമിക്കുട്ടിയെ. ചുണ്ടുപൊട്ടി ഭയങ്കര ഇഷ്ടമായോ? ചുണ്ട് പൊട്ടിയത് കണ്ടിട്ട് മധുങ്ങളുടെ സങ്കടമുണ്ട്. കരിയും അത്. ആ സങ്കടം. മധുമാമ ഒരു കാര്യം ചെയ്യോ, എനിക്ക് വേണ്ടി യാമിക്കുട്ടിക്ക് ഒരു ഇടി കൊടുക്കാമോ? ഇടിയോ? ഇടി വേണോ? ഒയ്യോ മധുക്കളുടെ ഭയങ്കര വെയിറ്റ് മസിലുണ്ട്. ഇടിച്ചു. ആ മോഹൻലാലിന്റെ സാറങ്ങനെ മോഹൻലാലിന്റെ ഒരു പെട്ടി പോലത്തെ സാധനം കൊടുത്തില്ല. ബ്രഷൊക്കെ പുതിയ ബ്രഷൊക്കെ എടുക്കുന്ന മോഹൻലാലിന്റെ ചിത്രം. തരും. അപ്പൊ യാമിക്കുട്ടി ഉഗ്രനായിട്ട് പാടി, ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് സംസാരവും ആക്ഷനും അല്ലേ? കൈയടിയില്ലേ? എക്സ്പ്രഷൻസ് കയ്യടി, പിന്നെ ഹായ് പറഞ്ഞത് അല്ലേ? താങ്ക് യു അപ്പൊ പറഞ്ഞത് എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്താ കൊടുക്കണ്ടേ? ഒരു മിഠായി മഴ. മിഠായി മഴ കൊടുക്കാം അല്ലേ? കൊടുക്കാം. പോരട്ടെ യാമിക്കുട്ടിക്ക് നല്ലൊരു മിഠായി മഴ. ഇത് കൂടാണ്ട് യാമിക്കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നു മോഹൻലാൽ അങ്കിൾ ചിരിച്ചോണ്ടിരിക്കുന്ന അകത്ത് ബ്രഷും പേസ്റ്റ് ഇട്ടിരിക്കുന്ന പെട്ടി. സ്വന്തമായിട്ടൊന്ന് അത് ഉമ്മ കൊടുത്തോ വേണമെങ്കിൽ. എടുത്തോ ലാലങ്ങളുടെ ചിരിക്കുന്ന പെട്ടി. പിടിക്കോ? നല്ല പേരല്ലേ അത്? വെയിറ്റ് ഒന്നും ഇല്ല, ഞാൻ സ്ട്രോങ് ആണ്. Very strong girl. Bye bye. Okay, bye. Good night. ആര്യ ചേച്ചി പെർഫോമൻസ് റൗണ്ട് ആണോ മീനൂട്ട? ഞെട്ടി എന്നിട്ട് പെർഫോമൻസ് റൗണ്ട് ആണോ? അതെ ആര്യ ചേച്ചി, എനിക്ക് ഡാൻസ് ചെയ്യാൻ സമയമായി, ഉണരാൻ സമയമായിരിക്കുന്നു. പെർഫോമൻസ് റൗണ്ട് ആണ്. ഇതിൽ പെർഫോം ചെയ്യാനായിട്ട് ആരാ എത്തുന്നതെന്ന് അറിയാമോ? ആരാ? കുഞ്ഞാറ്റക്കിളിയാണ്. ലെറ്റ്സ് വെൽക്കം സുഭദ്ര ഓൺ സ്റ്റേജ്. സുഭദ്രേ, എത്ര നേരമായി കാത്തു നിൽക്കുന്നു. ആ വിളിയും ആ വരവും അയ്യോ, ഇത് എന്ത് വേഷം ഇത്? പഴശ്ശിരാജയിലെ കോസ്റ്റ്യൂമാ. കാടിന്റെ മകളാണോ? ആണല്ലേ? എന്റെ കനകാംബര പൂ എങ്ങനെയുണ്ട്? അത് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമുണ്ട്. അല്ലല്ലോ, ഡ്യൂപ്പാ. പോലെയുണ്ട്, ഭംഗിയുണ്ട്. രണ്ട് ചെമ്പരത്തി രണ്ട് ചെവി കൂടെ വെച്ചാൽ കറക്റ്റ് ആയിരിക്കൂലേ? അത് വേണോ? വേണ്ട. ഇത് ഏതാണ് പാട്ട്? ഇന്ന് അമ്പും കൊമ്പും. അമ്പും കൊമ്പും. അമ്പും വെഞ്ചാമരവും കൊമ്പും പാട്ടാണോ? അത് ശംഖുമല്ലേ? അപ്പൊ ഇത് പഴശ്ശിരാജയിലെ പാട്ടാണ്. അതെ. ഡീറ്റെയിൽസ്. ഫിലിം പഴശ്ശിരാജ, വർഷം 2009, മ്യൂസിക് ഇളയരാജ സാറ്, ലിറിക്സ് ഗിരീഷ് പത്തഞ്ചേരി സാറ്, പാടിയത് കുഞ്ഞാറ്റ. അല്ല, ഇളയരാജ സാറും മഞ്ജരി മാമും CJ കുട്ടപ്പൻ സാറും. ഓക്കേ, കേൾക്കാം. കേൾക്കാം. All the best. Okay, thank you. All the best. Thank you. കുമ്പപ്പാട്ടിൻ മേളോ, തട്ടും മുട്ടും തപ്പും തുടിയും പൊട്ടിച്ചൂട്ടിൻ കോലോ. അമ്പും കൊമ്പും കൊമ്പൻ കാറ്റും കുമ്പപ്പാട്ടിൻ മേളോ, തട്ടും മുട്ടും തപ്പും തുടിയും പൊട്ടിച്ചൂട്ടിൻ കോലോ. പോരിലെ വീര്യമാമ്പടകാളിയെ, മാറ്റെഴും ദേവിയാം മല്ലകാളിയെ, ഇനി അരിയൊരു റുമി പരിച വീശി வாழ்க. தம்ரானே தாயங்கள் தான்
പാട്ടിൻ മേളോ തട്ടും മുട്ടും തപ്പും തുടിയും പൊട്ടിച്ചൂട്ടിൻ കോലോ ആടിപ്പെരുമഴ കാടിൻ നടുവിലെ വേടത്തുടിയുടെ താളം മണ്ണു മണക്കുന്ന കയ്യും മെയ്യും കാട്ടുവേരു പിടിക്കുന്ന വീര്യം ഭൂമിപ്പറ്റ കാറ്റ് കോടമഞ്ഞിൻ കൊട്ടാരം രഥകരത്താളിൽ അത്തിപ്പഴമത്താഴം നാളെ വെളുക്കുമ്പം നാട്ടുകൂട്ടത്തിനു നന്മ വരുത്തണമേ അമ്പും കൊമ്പും കൊമ്പൻ കാറ്റും കുമ്പപ്പാട്ടിൻ മേളോ തട്ടും മുട്ടും തപ്പും തുടിയും പൊട്ടിച്ചൂട്ടിൻ കോലോ കുന്നിൻ കുലമകളമ്മ ഭഗവതി കോട്ടക്കോടി മരമൂർത്തി നീരന്തീരും നേടും ചൂരിയത്തമ്മായി പോരു ജയിച്ചെത്തും നേരം ദാനമായി തന്നു തങ്കമൊത്ത തീപ്പന്തം ചാന്തു ചിന്തും നീരിൽ ചാലിച്ചൊരു ചിന്തൂരം നാളെ പുലരുമ്പോൾ നാട്ടുനാറുമൊഴി നമ്മുടേതാകണമേ അമ്പും കൊമ്പും കൊമ്പൻ കാറ്റും കുമ്പപ്പാട്ടിൻ മേളോ തട്ടും മുട്ടും തപ്പും തുടിയും പൊട്ടിച്ചൂട്ടിൻ കോലോ പോരിലെ വീര്യമാമ്പടക്കാളിയേ മാറ്റെഴും ദേവിയാം മല്ലകാളിയേ ഇനി അരിയൊരു റുമി പരിച വീശി വാഴ തമ്പ്രാനെ തായങ്കെട്ടാൻ വാഴ നിന്നിൽ വന്നാടാൻ ശ്രീഭൂതിയെ നീ വാഴ അമ്പും കൊമ്പും കൊമ്പൻ കാറ്റും കുമ്പപ്പാട്ടിൻ മേളോ തട്ടും മുട്ടും തപ്പും തുടിയും പൊട്ടിച്ചൂട്ടിൻ കോലോ തന്തനന 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 സൂപ്പർ സൂപ്പർ കോറസേ ആ ആ കലക്കി ആ ആ ആ ആഹാ ഹാങ് ഓവർ അല്ലേ? അതാണ് കുഞ്ഞാറ്റ ഇത്ര നന്നായി പാടിയാ ഇങ്ങനെ ഹാങ് ഓവർ വരായിരിക്കും. അതെ അതെ അതെ. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നത് ഞാൻ രാത്രി നിലാവത്ത് അഴിച്ച കോഴിയെ പോലെ ഞാൻ ആഹാ വഴി കൂടെ വരുന്നിട്ട് ഹോട്ടലിൽ തിരിച്ചു വരുമ്പോഴേ അവളെ ആഹാ അങ്ങനെയാവും തോന്നുന്നത്. കുഞ്ഞാറ്റാ എന്തോ ഗംഭീരം. താങ്ക് യു എല്ലാ വഴികളും കറക്റ്റ് ആയിരുന്നു. താങ്ക് യു മാപ്പ് കറക്റ്റ് ആയിരുന്നു. ഉം. അതിൽ റൂട്ടില് ഇടയ്ക്ക് എവിടെയും തടഞ്ഞു വീണില്ല. ആ. ആ പിന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. താങ്ക് യു സാർ. ആ ഇത് ഞാൻ പാടും, പാടി നിങ്ങളെ ഇഷ്ടപ്പെടുത്തും. അത് ഈ പാട്ട് കിട്ടിയപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഇതെന്തായാലും ഈ ഞാൻ പാട്ടിലെ ഏറ്റവും നന്നായി ഇഷ്ടപ്പെട്ട പാടും. ഭാഗം അതാന്ന് ഞാൻ പറയട്ടെ. ആ. താരര താരര തരരാരരേ. അല്ലേ? അതെനിക്ക് ഇഷ്ടമായി. Yes. എനിക്ക് തോന്നി അത് നമുക്ക് ഇഷ്ടമായി. അതെ. താങ്ക് യു സാർ. അത് കനകാംബരം എന്നല്ലേ പറഞ്ഞു?
അത് റൈക്കയുടെ അച്ഛൻ പറഞ്ഞതാ. ഈ പാട്ടിന്റെ ഉള്ളിൽ ഒരു കനകാംബരമുള്ളത് പോലെ തോന്നി കേട്ടോ. താങ്ക് യു. അത് പ്രത്യേക രസാ പടകാളി എന്ന് പാടുന്ന കേൾക്കാൻ. പടകാളിയേ. അങ്ങനെ ഒരു കുഞ്ഞാറ്റ ടച്ച് ഉണ്ട് ആ പടകാളിയെ മലകാളിയെ എന്നൊക്കെ പാടിയതൊക്കെ ആ ഒരു പിന്നെ ടച്ച് അടുക്കളൊരു ഉണ്ട്. ഹമ്മിങ് ഉണ്ടായിരുന്നല്ലോ. ഇനി അരിയൊരു റുമി പരിച വീശി വാഴ തമ്പ്രാനെ തായം കെട്ടാൻ വാഴ നിന്നിൽ വന്നാടാൻ ശ്രീഭൂതിയെ നീ വാഴ. അതെ. അതിനൊരു മൂക്കീഷ് ശബ്ദം ഉപയോഗിച്ചില്ലേ, Yes. അത് കൊള്ളാം. യെസ്. അത് നല്ല രസമുണ്ട് അത്. അത് അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലേ പറ്റുള്ളൂ മീനുട്ടി. അതെ. അതാണ് കുഞ്ഞാറ്റ, നമ്മുടെ ഭദ്ര കുഞ്ഞാറ്റ ഇപ്പോഴേ ഒരു രക്ഷയില്ലാടാ. താങ്ക് യു. ഞാൻ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ? ഒന്നുമില്ല അതില്. ഒച്ചണ്ടയിൽ എന്തെങ്കിലും ഉണ്ടോ? കണ്ടോളി. ഒന്നുമില്ല. ഞാനിവിടെ കുഞ്ഞാറ്റ ടച്ച് എഴുതി വെച്ചിട്ടുണ്ട്. പ്രത്യേകം ആ ഭാഗത്ത് ആ ഒരു സോൾ അവിടെ കിടപ്പുണ്ട്. നമ്മുടെ ഹൃദയം സ്പർശിക്കുന്ന ഒരു മൊമെന്റ് Yes. അല്ലേ? Yes, 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 yes. അത് കുഞ്ഞാറ്റ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഒരൊറ്റ കാര്യം പറയാം, അത് കുഞ്ഞാറ്റ കുറച്ചും കൂടെ കുഞ്ഞാറ്റയുടെ ശബ്ദത്തിന്റെ ഒരു ബ്യൂട്ടി കുറച്ചും കൂടെ ഈ പാട്ടിൽ പ്രത്യേകിച്ചും കുറച്ചും കൂടെ തുറന്നു പാട്ട് നല്ലതാണെന്ന് തോന്നുന്നു. യെസ്. അത് ഒരുപാട് കുറച്ചധികം മെലോഡിയസ് ആക്കിയതുപോലെ തോന്നുന്നുണ്ട്. കുറച്ച് ഒരു റോ സ്റ്റൈല്. കുറച്ച് റോ സ്റ്റൈൽ പാടി. യെസ്. അമ്പും കൊമ്പും കൊമ്പൻ കാറ്റും കുമ്പപ്പാട്ടിൻ മേളോ തട്ടും മുട്ടും തപ്പും തുടിയും പൊട്ടിച്ചൂട്ടിൻ കോലോ. അമ്പും കൊമ്പും കൊമ്പൻ കാറ്റും കുമ്പപ്പാട്ടിൻ മേളോ തട്ടും മുട്ടും തപ്പും തുടിയും പൊട്ടിച്ചൂട്ടിൻ കോലോ. ഓരിലെ വീര്യമാം പടകാളിയേ നാട്ടിടും ദേവിയ മലകാളിയേ ഇനി അരിയൊരു റുമി പരിച വീശി വാഴ തമ്പ്രാനെ തായം കെട്ടാൻ വാഴ നിന്നിൽ വന്നാടാൻ ശ്രീഭൂതിയെ നീ വാഴ. പൊങ്കും കൊമ്പൻ കാറ്റും. എന്ത് രസായിരുന്നു. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പാടിയാ കുറച്ചും കൂടി എഫക്ട് ഉണ്ടായിരുന്നേനെ. യെസ്. ഇപ്പോഴാണ് കുഞ്ഞാറ്റ എന്ത് വന്നത്, ഗൂസ് ബാംസ്. ശരിക്കും ഉണ്ടായി, ശരിക്കും ഉണ്ടായി. ഇതാണ് നമ്മുടെ കുഞ്ഞാറ്റയുടെ പകർനാട്ടം. യെസ്. മിഡ് 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 മിടുക്കി. കുഞ്ഞാറ്റ കിളി എന്തോ എന്തൊരു കോൺഫിഡൻസാ. ഷോ ആ വന്ന് നിക്കുമ്പോ തന്നെ അറിയാം ഈ പാട്ട് ഞാൻ പൊള്ളിക്കാൻ പോവാണ്. ആരും ഇങ്ങോട്ട് നോക്കണ്ട, എന്റെ അടുത്ത് ഒന്നും പറയണ്ട, ഈ പാട്ട് ഞാൻ കിടിലമായി പാടാൻ പോവാണ്, ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പാടല്. അയ്യോ കിടിലനാക്കി കേട്ടോ. താങ്ക് യു. അതിന്റെ ഇടയ്ക്ക് കുഞ്ഞാറ്റയുടെ ആ ഒരു ടച്ച്, ആ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോഴത്തേക്ക് അതിന് പ്രത്യേക ഒരു ഭംഗി താങ്ക് യു കേട്ടോ. അത് ആ ഒരു എനിക്ക് തോന്നുന്നു ഇത് നല്ല കംഫർട്ടബിൾ അല്ലേ പാടാൻ വേണ്ടിട്ട്. അതിന്റെ ഒരു സന്തോഷം ആ മുഖത്തുണ്ട്. മിടുക്കി. താങ്ക് യു. അടിപൊളിയെ പാടി കേട്ടോ. താങ്ക് യു. യെസ്. അടിപൊളിയായിട്ട് പാടി. താങ്ക് യു. എന്താ സംശയം? ഉഗ്രനായിട്ട് പാടി കേട്ടോ. എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു. കുഞ്ഞാറ്റയ്ക്ക് അത് വളരെ ഇഷ്ടപ്പെട്ട് പാടിയതാന്ന് കേട്ടപ്പോ മനസ്സിലായി. കുഞ്ഞാറ്റ പാടിയപ്പോ കൂടുതൽ ഇഷ്ടമായി ആ പാട്ടിനോട്. ഞാൻ വീണ്ടും പോയി കേൾക്കാൻ പോവാ എനിക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യം ഒരു അവസാനം വരെ വളരെ നന്നായിട്ട് പാടി. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ആ വോയിസ് ഓപ്പൺ ആയിട്ട് പാടിയിരുന്നെങ്കിൽ ഇപ്പൊ നേരത്തെ പാടിയില്ലേ ഗൂസ് ബംസ് വന്നില്ലേ, അതുപോലെ ഫുൾ ഗൂസ് ബംസ് മയമായേനെ ഇവിടെ കേട്ടോ. അപ്പൊ എന്തായാലും കലക്കി, വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. സൂപ്പർ സൂപ്പർ. താങ്ക് യു. കണ്ടോ ടെൻഷൻ കണ്ടോ, എപ്പോഴും ഇങ്ങനെയാണ്. അതെ. നമ്മള് മാർക്കിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും അതെ പാടിക്കഴിഞ്ഞിട്ട് പിന്നെ ചെവി ഇങ്ങനെ കൂർപ്പിച്ചു വെക്കും. അതെ ഇങ്ങനെ കണ്ണും ഇങ്ങനെ. എന്താ പറയുന്നത്? പിന്നെ ഇടയ്ക്ക് നമ്മുടെ മുഖഭാവമൊക്കെ കണ്ടിട്ട് എന്തോ പ്രശ്നമാണെന്നൊക്കെ ടെൻഷൻ അല്ല കുഞ്ഞാറ്റക്കിളി, അതിന് തെറ്റുണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. എല്ലാം നന്നായി എന്നല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ എന്തിനാ കുറ്റൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഓപ്പൺ ആയിട്ട് പാടുന്ന മാത്രമല്ലേ ഞങ്ങൾ പറഞ്ഞോളൂ. ഞങ്ങൾ അതല്ലേ ഞങ്ങൾ പറഞ്ഞു. അതൊരു കുറ്റമാണോ? ആണോ? കുഞ്ഞാരെ ഇനി കുറ്റം കണ്ടുപിടിക്കണോ? വേണ്ട. ആ തെറ്റുണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇല്ലാത്ത തെറ്റ് എഴുതണോ? ഞങ്ങൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കണോ ഇനി? വേണ്ട. ഓക്കെ. അപ്പൊ കുഞ്ഞാറ്റയ്ക്ക് ഇന്ന് 100 വേണ്ട. വേണം. വേണം? ആ ഷുവറാണോ? ആ എത്ര ഷുവർ?
ഉണ്ടോ മീനൂട്ടിന് വരെ ഇഷ്ടപ്പെട്ടു. അതെ അതെ അതെ. കുഞ്ഞാറ്റക്കുട്ടി going to be awarded. ആ വരുന്നില്ല, അല്ലയോ? തട്ടും മുട്ടും തപ്പും തുടിയും പൊട്ടിച്ചൂട്ടിൻ കോലം ഇനിയേ ഇത്രയും പോരാ, ഒരു അഡീഷണൽ ബാഗേജ് കൂടെ ഉണ്ട്. 2 സ്റ്റാർസ്. പെർഫോമർ ഓഫ് ദ ഡേ ആണ് കേട്ടോ കുഞ്ഞാറ്റക്കിളി. മധു അങ്കിൾ Me? വെൽക്കം. ആതിരും ദേവിയാമലകാളിയെ ഇനി അരിയൊരു റുമി പരിച വീശി വാഴ തമ്പാനെ തായങ്കൾ താൻ വാഴ. ഇതിലുള്ളിട്ടോ. എന്നാ ഒരു മുട്ടായി എങ്കിലും ഇതാ MJ അങ്ങളല്ലേ, മധു അങ്ങളല്ലേ, അല്ലെങ്കിൽ ആര്യക്കുട്ടിയല്ലേ? കിട്ടിയൊരു അപ്പോ കുഞ്ഞാറ്റ എന്തോ പല്ലുകളെല്ലാം ഇല്ലേ? ഒരെണ്ണത്തിന്റെ നോക്കട്ടെ. കുറവുണ്ട്. ഒരെണ്ണത്തിന്റെ കുറവ് കുറവുണ്ട്. കാണുന്നുണ്ടല്ലോ ഞാൻ. 2 കുറവ് കാണുന്നു. ഇത് തേച്ച ഒക്കെ ഇത് വരും. എന്നാണ് പോയത്? കൊറേ നാള് ആണോ? എന്നാൽ വിഷമിക്കണ്ട, വില്ലി വൈറ്റേക്കു പല്ലുകൾ ഉടനെ പല്ലുകൾ വരുത്തു. പിന്നെ വെല്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ചാമ്പർ, പിന്നെ നമ്മുടെ അതെ. കിൻഡർ മോക്സിന്റെ ഒരു അടിപൊളി ഉടുപ്പ്. കിൻഡർ മോക്സിന്റെ പുടവ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മധു അപ്പൊ അങ്കിൾ. കലക്കി അടിപൊളിയായിട്ട് പാടി. താങ്ക് യു കുഞ്ഞാറ്റക്കിളി. Okay, താങ്ക് യു മധു അങ്കിൾ. Congratulations. ബൈ ടാറ്റാ. ടാറ്റാ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഒരു എപ്പിസോഡ് ദേ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഒത്തിരി നല്ല നല്ല പാട്ടുകളും പെർഫോമൻസും ഒക്കെ ആയിട്ട് എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്ന് നമ്മളെല്ലാവരും ഒരുപാട് ഹാപ്പിയാണ്. അടുത്ത ദിവസവും നമ്മുടെ പ്രേക്ഷകരെ ഹാപ്പി ആക്കാനായിട്ട് ഇതേ സമയം നമ്മൾ വീണ്ടും കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.